അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിൻ്റെ സുപ്രധാന ഘടകമാണ് അവരുടെ ഇതര മതവിഭാഗങ്ങളോടുള്ള സമീപനം. അതിൽ പ്രത്യേകിച്ച് അമ്പലങ്ങളുമായും ബന്ധപ്പെട്ട വിവാദം. ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ ആഗമനം മുതൽ തന്നെ ഒരു സൈനിക അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടാണെന്നും അത് അന്ന് മുതൽ തന്നെ ഇപ്പോഴും മുസ്ലിങ്ങൾ ഒരു വില്ലന്മാരായി ചിത്രീകരിക്കപ്പെടുകയാണെന്നുമെല്ലാം നമുക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുസ്ലിം ഭരണകൂടങ്ങളുടെ അമ്പലങ്ങളുമായും ഹിന്ദുക്കളുടെ വിശ്വാസ ആചാരങ്ങളുമായും ഉള്ള വിവാദം. ആ വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മുസ്ലിം ഡൈനാസ്റ്റി ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ രൂപപ്പെടുന്നത്, അതിലൊരു ഭരണം എന്ന നിലയിൽ രൂപപ്പെടുന്നത് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ വരവോടുകൂടിയും അദ്ദേഹത്തിൻ്റെ 2 വർഷക്കാലത്തെ ഭരണവും പിന്നീട് അത് മുതൽ 711-12 വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം അബ്ബാസി കാലഘട്ടം വരെയെങ്കിലും വളരെ സുശക്തമായ തരത്തിലുള്ള ഒരു ഗവൺമെൻറ്, ഒരു ഗവർണറേറ്റായി ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നതായും നമുക്കറിയാം. അതിനുശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് ഗസ്നവിയുടെ വരവോടുകൂടി, ഗസ്നവിക്ക് ശേഷം ഹൂരികളും, ഹൂരിക്ക് ശേഷം ഡൽഹി സൽത്തനത്ത് നമ്മളെന്ന് വിളിക്കപ്പെടുന്ന ഖുതുബുദ്ദീൻ ഐബക്കിൻ്റെ നേതൃത്വത്തിലുള്ള മംലൂക്ക് ഡൈനാസ്റ്റിയുടെ ചരിത്രം മുതൽ മുഗൾ ഡൈനാസ്റ്റിയുടെ ചരിത്രം വരെയും വിവിധ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം ഭരണകർത്താക്കളുടെ ഹൈന്ദവാചാരങ്ങളോടും പ്രത്യേകിച്ച് അമ്പലങ്ങളോടുമുള്ള സമീപനം ഇന്നും വെല്ലുവിളിക്കപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട, അതായത് മുസ്ലിം ഡൈനാസ്റ്റീസ് അവരുടെ അമ്പലങ്ങൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ഡെസിക്രേഷൻ ഓഫ് ടെമ്പിൾസ് എന്നുള്ള ഒരു വിഷയമാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ തന്നെ നിരവധി വിവാദപരമായ ചർച്ചകൾ ലോകത്തുണ്ടായതായി നമുക്കറിയാം. അതിൻ്റെ കൂടെ ധാരാളം അനുകൂലിച്ചും പ്രതികൂലിച്ചുമായി ധാരാളം രചനകളും ഉണ്ടായിട്ടുണ്ട്. മഹ്മൂദ് ഗസ്നവിയുടെ വരവോടുകൂടി, മഹ്മൂദ് ഗസ്നവിക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് സുബുക്തഗീൻ തന്നെയും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ വിവിധ ഭാഗങ്ങൾ അറ്റാക്ക് ചെയ്തപ്പോൾ ചില ഹിന്ദു ആരാധനാലയങ്ങൾ തകർത്തതായും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ശക്തമായ അറ്റാക്ക്, സോമനാഥ് ടെമ്പിൾ അടക്കമുള്ള വലിയ അമ്പലങ്ങൾ തകർത്തതും അതുമായി ബന്ധപ്പെട്ട ചരിത്രവുമൊക്കെ ഉള്ളത് മഹ്മൂദ് ഗസ്നവിയുടെ വരവോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുന്നാണ് പ്രധാനമായും അമ്പലങ്ങളുടെ തകർക്കലും അതിനോടുള്ള മുസ്ലിം ഭരണകർത്താക്കളുടെ നിലപാടും അതിനോടുള്ള റെസ്പോൺസും. അതുമാത്രമല്ല, ഈ തകർക്കൽ മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത്? അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം ഭരണകർത്താക്കൾ അവരുടെ ഭരണകാലഘട്ടത്തിൽ ഈ ഹൈന്ദവാചാരങ്ങളോടും അവരുടെ ആരാധനാ മന്ദിരങ്ങളോടും എന്തെങ്കിലും പോസിറ്റീവായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നതും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ആദ്യകാല എല്ലാ പണ്ഡിതന്മാരും 2 തരത്തിലാണ് ഈ ഒരു വിഭാഗം ഉണ്ടായിരുന്നത്. അതിലൊരു വിഭാഗം ഉത്തുബീനെ പോലുള്ള, അദ്ദേഹത്തിൻ്റെ കിതാബുൽ യമീനിൽ കാണാൻ കഴിയും, ഉത്തുബിയും അതേപോലെ മറ്റു പല കൊട്ടാര പണ്ഡിതന്മാർ, ഭരണകർത്താക്കൾക്ക് അവർക്ക് താല്പര്യം, അവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിജയഗാഥകൾ രചിക്കുന്ന ആൾക്കാരെല്ലാം ഈ ഭരണകർത്താക്കളുടെ എല്ലാ ചരിത്രത്തെയും അവരുടെ നീക്കങ്ങളെയും വളരെ പോസിറ്റീവായി കാണുകയും അവരെ വല്ലാണ്ട് പുകഴ്ത്തുകയും ചെയ്യുന്ന രചനകളാണ് ഉണ്ടായിരുന്നത്. ഉത്തുബയുടെ സുബുക്തീൻ്റെ വരവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണിത്. അത് പറയുന്നത് അദ്ദേഹം എല്ലാം ഇൻഫിഡലിനെ പരാജയപ്പെടുത്തുകയും അവിടെ എല്ലാം തകർത്തുകൊണ്ട് അവിടെ ഇസ്ലാം നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ള ഒരു ആവേശ വർത്തമാനമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇസ്ലാമിൻ്റെ തന്നെ പൊതുവായ ഒരു കാഴ്ചപ്പാട്
ഈ ഇസ്ലാമേതര വിശ്വാസികളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവർ ആരാധിക്കുന്ന പൂജിക്കുന്ന വിഗ്രഹങ്ങളെയോ ആരാധന മൂർത്തികളെയോ ഒന്നും തൊടുവാനോ സ്പർശിക്കുവാനോ തകർക്കുവാനോ പോലും കഴിയില്ല. അങ്ങനെയുള്ള കൽപ്പനകൾ തന്നെ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും സലഫുസാലിങ്ങൾ, അതായത് മഹാന്മാരായ ഭരണകർത്താക്കളുടെ ചരിത്രത്തിലുമെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളായ ഈ ഭരണകർത്താക്കളുടെ ജീവചരിത്രത്തിൽ, അവരുടെ ഈ ഭരണക്രമത്തിലെല്ലാം അമ്പലങ്ങൾ തകർക്കുന്ന ഒരു വലിയ വിഷയമായി വന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഇവരുടെ സമീപനങ്ങളെ വളരെ അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അത് ഇസ്ലാമിൻ്റെ സ്ഥാപനമാണ് എന്നൊക്കെ പറയുന്ന വാദമുയർത്തിയ ഉത്തുബീനെ പോലുള്ള ചരിത്രകാരന്മാരും പോലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും അങ്ങനെയുള്ളവരായിരുന്നില്ല എന്നും നേരെ എതിരെ തന്നെ അൽബിറൂനിനെ പോലുള്ള പണ്ഡിതന്മാർ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അൽബിറൂനിനെ പോലുള്ള പണ്ഡിതന്മാർ ഗസ്നവിയുടെ കൂടെ വന്ന അൽബിറൂനി ആ ഒരു കാലഘട്ടത്തിലെ ഗസ്നവി സോമനാഥ് ടെമ്പിൾ തകർത്തതിനെക്കുറിച്ചും അത് കാരണത്താൽ മുസ്ലിമിനും ഇസ്ലാമിനുമെതിരെ ശക്തമായ ഒരു ഇസ്ലാമോഫോബിയ, അന്ന് തന്നെ ഒരു വൈരാഗ്യവും വിദ്വേഷവും ജനിപ്പിക്കാൻ കാരണമായി എന്നുമെല്ലാം അൽബിറൂനി പറഞ്ഞതായി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടെ വെച്ച് നോക്കണം. അതായത് എല്ലാ പണ്ഡിതന്മാരും ഈ ഭരണകർത്താക്കൾ എല്ലാ ചെയ്യുന്നതിനെയും അനുകൂലിക്കുകയായിരുന്നില്ല. അൽബിറൂനിനെ പോലുള്ള പണ്ഡിതന്മാർ അതിന് ശക്തമായ വിമർശനങ്ങളും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഹിന്ദ് പോലുള്ള രചനകൾ നമുക്കത് കാണുവാൻ കഴിയും. ഇപ്പോൾ ഇത് ഖുതുബി തന്നെ സുബുക്തഗീൻ്റെ ഒരു വരവ് 886 സുബുക്തഗീൻ അറ്റാക്ക് ചെയ്തപ്പോൾ, കാബൂളിൻ്റെ അടുത്തുള്ള ഭാഗമല്ല ലംഹാൻ, ആ ഭാഗത്ത് അറ്റാക്ക് ചെയ്തപ്പോൾ അതിനെല്ലാം ഇസ്ലാമിൻ്റെ സ്ഥാപനം എന്ന നിലയിലാണ് ഖുതുബി കിതാബുൽ യമീനിൽ പരാമർശിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ സുന്നി അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മഹ്മൂദ് ഗസ്നവി മധുര അറ്റാക്ക് ചെയ്യുന്നതും താനേശ്വർ ഭാഗത്തും അറ്റാക്ക് ചെയ്യുന്നതുമെല്ലാം ഇവരുടെ കാഴ്ചപ്പാടിൽ അത് ഇസ്ലാമിൻ്റെ സ്ഥാപനമായും ഇസ്ലാമിൻ്റെ ഭരണകൂടം നിലനിർത്തുവാനും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാടായിട്ടാണ് ഇവരത് കണ്ടിരുന്നത്. റൊമീല താപ്പർ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമായി എഴുതുന്നുണ്ട്. അവർ പറയുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 811 കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ അമ്പലങ്ങൾ ഫോക്കസ് ചെയ്തത്. റൊമീല താപ്പർ അതാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ ചർച്ച അതിലേക്കാണ് കേന്ദ്രീകരിക്കേണ്ടത്. അതായത് അമ്പലങ്ങളുടെ പൊതുവായ അവസ്ഥ നമുക്കിപ്പോഴും അറിയാം. ഇപ്പോഴും അതിൻ്റെ ഒരു വസ്തുത നമുക്കറിയാം. തിരുവനന്തപുരത്തിലെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉള്ളിൽ പോലും ആ ഖജനാവ് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മുഖ്യധാര എല്ലാ അമ്പലങ്ങളും അവരുടെ ആ ഭരണാധികാരികളുടെ, അതത് പ്രദേശത്തെ ഭരണാധികാരികളുടെ ഒരു പ്രധാന സംഭാവന കേന്ദ്രമായും ആ ഖജനാവ് എന്ന തരത്തിൽ, ഖജനാവെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും പ്രധാനമായും അവർ ദാനം ചെയ്യുന്നൊരു കേന്ദ്രമായി മാറി. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ഭരണകർത്താക്കൾക്ക് അവിടെ അറ്റാക്ക് ചെയ്താൽ ശക്തമായ സമ്പത്ത് ലഭിക്കുമെന്നുള്ള ഒരു ബോധം തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഈ ഭരണകർത്താക്കളെ കൂടുതൽ ആകർഷിച്ചത് എന്ന് റൊമീല താപ്പറിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ, അല്ലെങ്കിൽ റിച്ചാർഡ് എം ഈറ്റനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാരൊക്കെ ഇത് കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ കൂടെ സ്വാഭാവികമായി മുസ്ലിങ്ങളായതുകൊണ്ടും അതിൻ്റെ കൂടെ തന്നെ അറബ് നാടുകളിൽ അബ്ബാസിയ ഖിലാഫത്ത് പോലെ അധികാരമില്ലെങ്കിൽ പോലും കുറച്ച് ഇറാഖ്, ഈജിപ്റ്റ് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന കേന്ദ്രീകരിച്ച് നിൽക്കുന്നവർക്ക് മുമ്പിൽ വലിയ ഇസ്ലാമിൻ്റെ ചാമ്പ്യനാണ് എന്ന് കാണിക്കാനുള്ള ശ്രമം പോലും മഹ്മൂദ് ഗസ്നവി നടത്തി. അതിൻ്റെ ഒരു ഭാഗവും കൂടിയിട്ടാണ് ഈ അമ്പലങ്ങൾ അറ്റാക്ക് ചെയ്തതും ഇൻഫിഡലുകളെ, മുശ്രിക്കുകളെയും എല്ലാത്തിനും നശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളൊരു ആശയം നടപ്പിലാക്കുക എന്ന് പോലും ഈ ഒരു നിരീക്ഷണം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ പോലും റിച്ചാർഡ് ഈറ്റിനെ പോലുള്ള, അതുപോലെ റൊമീല താപ്പറിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ അവർ പറയുന്നത് അതിനേക്കാളും ഒരു മതകീയ ബോധത്തിനേക്കാളും അപ്പുറം സമ്പത്ത് തന്നെയായിരുന്നു ഇവരുടെ പ്രധാന അട്രാക്ഷൻ എന്ന് ഇവർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ അർക്കമിദ ഖദക്കിൻ്റെ തന്നെ ചില നിരീക്ഷണങ്ങൾ അവരുടെ ഒരു രചനയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ടെമ്പിൾ ഡിസിക്രേഷൻ ഇൻ മിഡിയൽ ഇന്ത്യ ആൻ ആക്ട് ഓഫ് റിലീജിയസ് അസർഷൻ എന്ന് പറയുന്ന ഒരു പഠനത്തിൽ അവർ ഈ വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. റിച്ചാർഡ് ഡേവിസ് തന്നെ പറയുന്നുണ്ട്, ഇതൊരു മുസ്ലിങ്ങൾ മാത്രം തുടങ്ങിയ ഒരു പരിപാടിയല്ല.
ഇതിനു മുമ്പ് തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ വിവിധ ഭരണകർത്താക്കൾ പരസ്പരം ചെയ്തിരുന്ന അവരുടെ അധികാരം നിലനിർത്തുവാനും അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അധികാരികൾ, ഇപ്പം നമ്മൾ സൗത്ത് ഭാഗത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശൈവ വൈഷ്ണവ യുദ്ധങ്ങളുടെ ഒരു ചരിത്രം തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ശൈവ വൈഷ്ണവ യുദ്ധങ്ങളുടെ ഒരു ചരിത്രം, ആ ഒരു ചരിത്രത്തിലെല്ലാം വൈഷ്ണവന്മാർ ശൈവന്മാരുടെ അധികാരമൂർത്തി എടുത്തു മാറ്റി വിഷ്ണുവിൻ്റെ അധികാര സ്തൂപം സ്ഥാപിക്കുന്നതോടുകൂടി അതൊരു പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ പ്രഖ്യാപനമായി മാറുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ അടുത്ത് തന്നെ കമലഹാസൻ്റെ സിനിമയായ ദശാവതാരത്തിൽ പോലും ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് ശൈവനായ ശത്രുവായ ശൈവരാജാവായ ശത്രു ഭരണാധികാരി ആ ഭാഗത്ത് അറ്റാക്ക് ചെയ്യുകയും എന്നിട്ട് വിഷ്ണുവിൻ്റെ വിഗ്രഹം എടുത്ത് കളയുകയും ശിവനെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഒരു പ്രധാന ചരിത്രഘട്ടം തന്നെയാണ്. അതിനാണ് തിയോളജി ഓഫ് ഇക്കോണോക്ലാസം എന്ന് പറയുന്നത്. അതായത് അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഐക്കണുകളെ തകർത്തുകൊണ്ട് അവരുടെ അധികാരം സ്ഥാപിക്കുന്നതിൻ്റെ പുറകിലുള്ള തിയോളജീനെ കുറിച്ചിട്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിച്ചാർഡ് ഈറ്റൺ അത് കൂടുതൽ വിശദമായി അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലും രചനകളിലും അത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് മുമ്പ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രദേവതാ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ അവരുടെ അധികാരം സ്ഥാപിക്കുവാൻ വേണ്ടി എതിരാളിയുടെ സ്റ്റേറ്റ് കൾട്ടിനെ ഡെയ്റ്റിയെ മൂർത്തിയെ മാറ്റിക്കൊണ്ട് സ്ഥാപിക്കുന്ന ചരിത്രങ്ങളൊക്കെയും റിച്ചാർഡ് മെൻ ബിഫോർ ദ ടർക്കി കോൺക്വസ്റ്റ് ദ റൈസ് ഓഫ് ഇസ്ലാം ആൻഡ് ബംഗാൾ ഫ്രണ്ടിയർ എന്ന രചനയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ മുസ്ലിങ്ങളും ആ ഒരു കാഴ്ചപ്പാടിനെ ഫോളോ ചെയ്യുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് റിലീജിയസ് പെർസ്പെക്റ്റീവിനേക്കാളും അപ്പുറം അവിടുത്തെ നിലനിന്ന ഒരു അധികാര രീതിയെ പിൻപറ്റുക എന്നതും കൂടിയിട്ടായിരുന്നു ഇവരുടെ സമീപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അവർ വിശദീകരിക്കുന്നത്. അതിന് അദ്ദേഹം റിച്ചാർഡ് ഈറ്റനൊക്കെയും കാശ്മീരിലുള്ള ഹർഷദേവ എന്ന് പറയുന്ന ഭരണാധികാരി ബാക്കിയുള്ള അമ്പലങ്ങളെ തകർക്കുകയും അവിടുന്ന് കൊള്ളയടിക്കുകയും ചെയ്ത ചരിത്രമൊക്കെയും കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിനിടയിൽ റിച്ചാർഡ് ഈറ്റൻ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്നാൽ മുസ്ലിം ഭരണകർത്താക്കൾ അവർക്ക് നമുക്കറിയാം ഇസ്ലാമിൻ്റെ ചരിത്രം, മുസ്ലിങ്ങളുടെ ചരിത്രം തന്നെ പരസ്പരം തല്ലുകൂടുന്ന ഇതര മുസ്ലിം ഡൈനാസ്റ്റികളോട് തല്ലുകൂടുന്ന ചരിത്രമാണ്. അപ്പോഴൊന്നും സൂഫി കേന്ദ്രങ്ങളോ പള്ളികളോ മുസ്ലിങ്ങൾ തകർത്തിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ പള്ളികളിലും അവിടെയും ഒന്നും സമ്പത്തില്ല. വെറും ആരാധനയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈജ്ഞാനിക കേന്ദ്രങ്ങൾ മാത്രമായിരുന്ന ആ ഭാഗത്തേക്ക് അവിടെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവിടെ ആ പള്ളികളും ഇതൊന്നും ഒരു അധികാര രൂപങ്ങളായിരുന്നില്ല എന്നതുകൊണ്ടും കൂടി അവരവിടെ തകർത്തിരുന്നില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. അതായത് ഹിന്ദു ഭരണാധികാരികളുടെ അവരുടെ രീതികൾ തന്നെയും പരസ്പരം തകർക്കുമ്പോൾ ആ ഹിന്ദു ഭരണാധികാരികൾക്ക് അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു മന്ദിരമുണ്ടാവും. ആ മന്ദിരത്തെ പിടിച്ചടക്കുന്നതും ആ മന്ദിരത്തെ തകർക്കുന്നതും അതിനെ കൊള്ളയടിക്കുന്നതും ആ ഭരണാധികാരിക്കുള്ള പ്രധാനപ്പെട്ട ആഘാതമായും കൂടി അന്ന് ഇവർ കണ്ടിരുന്നു എന്നതും കൂടിയിട്ടാണ് ഈ അമ്പലങ്ങൾ തകർക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് ഇവർ മനസ്സിലാക്കിയിരുന്നത്. അതുപോലെ തന്നെ സോമനാഥ ടെമ്പിളൊക്കെയും അന്നത്തെ പ്രധാനപ്പെട്ട ടെമ്പിളായിരുന്നുവെന്നും ആ ടെമ്പിളിനെ തകർക്കുന്നതോടുകൂടി മഹ്മൂദ് ഗസ്നവിയുടെ അധികാരം ഒരു സിംബോളിക്കായ ഒരു പവർ, ഒരു അതോറിറ്റി സ്ഥാപിക്കുന്നതിനെ സഹായിക്കുമെന്നൊക്കെ ആയിരുന്നു അന്ന് അവർ കരുതിയിരുന്നതായി റിച്ചാർഡ് ഡേവിസ് അദ്ദേഹത്തിൻ്റെ ലിവിങ് ഓഫ് ഇന്ത്യൻ ഇമേജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം ഭരണാധികാരികൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതേ സമയം തന്നെയും നമുക്ക് വേറെ ചരിത്രം കാണാം. അതായത് ഈ തകർത്ത അല്ലെങ്കിൽ അമ്പലങ്ങൾ തകർക്കുന്ന ചരിത്രമുള്ള ഭരണാധികാരികളെ തന്നെയും അതത് കാലഘട്ടത്തിലെ ബാക്കിയുള്ള എഴുത്തുകാർ അവരെ വളരെ ടോളറൻ്റായ സഹിഷ്ണുതയുടെ മഹാരാജാക്കന്മാരായും ഷഹൻഷാക്കളായും പരിചയപ്പെടുത്തുന്ന രചനകളും അന്നുണ്ടായിരുന്നു. അതാണ് സിയാവുദ്ദീൻ ബറാനിയുടെ ഫത്താവെ ജഹാംഗീർ എന്ന് പറയുന്ന രചനയിൽ ഇദ്ദേഹത്തിൻ്റെ ഫിറോസ് ഷാ തുഗ്ലക്കിനെയൊക്കെ വളരെ പുകഴ്ത്തിക്കൊണ്ട്
വളരെ നല്ല ഭരണകർത്താവായി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹ്മൂദ് ഗസ്നവിയെ ഫുതുഹു സലാത്തീൻ എന്ന് പറയുന്ന രചനയിലും ഇതുപോലെ തന്നെ ഫഖ്റുദ്ദീൻ ഇസാമി പുകഴ്ത്തി പറയുന്നുണ്ട്. അതായത് ഈ അമ്പലങ്ങൾ തകർക്കുന്നത് ഒരു പ്രശ്നമായി അവർ കണ്ടിരുന്നില്ല. ഈ അവരുടെ ഭരണീയരായ പ്രജകളോട് വളരെ സഹിഷ്ണുതാപരമായ സമീപനമാണ് ഇവർ സ്വീകരിച്ചത് എന്നും കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭരണകർത്താക്കൾ അമ്പലങ്ങൾ തകർത്തത് എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള ഭരണകർത്താക്കളുടെ പ്രധാന സ്തൂപമോ പ്രധാന അമ്പലമോ തകർക്കുന്നതോടുകൂടി ഒരു സിംബോളിക്കായ ഡിഫീറ്റ്, പരിപൂർണമായ ഡിഫീറ്റ് സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്താനാണ്. അതിൻ്റെ കൂടെ അവിടെയുള്ള സമ്പത്ത് അടിച്ചെടുക്കുവാനും കൊള്ളയടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇതായിരുന്നു പ്രധാനപ്പെട്ട കാരണങ്ങൾ. ചില ഭരണകർത്താക്കളുടെയും ചില ചിന്തകളിലും ഇസ്ലാം അവരുടെ ഒരു തീവ്ര നിലപാടിൻ്റെ ഭാഗമായി ഇസ്ലാം കടന്നു വന്നു എന്നതും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഇതേ റൊമില താപ്പറിൻ്റെ ഒരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. ഇത് മുസ്ലിങ്ങളല്ലാത്ത ഭരണകർത്താക്കൾ പോലും, ഇത് ചാലൂക്യ റൂളർ, അദ്ദേഹം എതിരാളിയുടെ അമ്പലത്തെ തകർത്തുകൊണ്ട് അതിനെ തൻ്റെ ഭാഗത്തോട് ചേർത്തതായൊക്കെ വിശദീകരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല അവരും സ്വീകരിച്ചിരുന്നു. ഞാൻ ഈ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അവർ തകർത്തു എന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് തകർക്കാം എന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഇസ്ലാമികമായി തന്നെ തെറ്റാണെങ്കിൽ പോലും വളരെ ആ ഒരു കാലഘട്ടത്തിലെ ഭരണരീതി പിന്തുടരുക എന്ന ഒരു സമീപനം മാത്രമാണ്. അതിൽ ഇസ്ലാമികമായ ന്യായവാദങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത നോക്കുക. ഈ റൊമില താപ്പറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രം അവർ വിശദീകരിക്കുന്നത്, ഈ സോമനാഥ് ടെമ്പിൾ തകർക്കുന്ന പശ്ചാത്തലത്തിൽ ഫരീദ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുസ്ലിം ഇതിനെതിരെ പോരാടിയതായും അതുകൊണ്ട് തന്നെ ആ ഒരു മുസ്ലിം ചരിത്രം എല്ലാ മുസ്ലിങ്ങളും അന്നുണ്ടായിരുന്ന ആ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ മുസ്ലിങ്ങളും മഹ്മൂദ് ഗസ്നവിയുടെ ഈ സമീപനത്തോട് പോസിറ്റീവായ നിലപാടായിരുന്നില്ല സ്വീകരിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഇവരുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ അമ്പലങ്ങൾ തകർക്കുമ്പോൾ ഈ ഭരണാധികാരികൾ ചെയ്തിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തകർത്തതിന് ശേഷം അവർ പ്രധാനമായി കരുതിയിരുന്ന ആ മൂർത്തിയെ അവരത് എടുത്തുകൊണ്ട് പോവുകയും അവർ ഏത് ക്യാപിറ്റലിലാണോ അവരെ എങ്ങോട്ടാണ്, ഇപ്പോൾ ഗോരികളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഡൽഹി സൽത്തനത്തിലെല്ലാം തകർത്തതിന് ശേഷം ആ പ്രധാനപ്പെട്ട മൂർത്തിയെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ട്രോഫി, അതായത് യുദ്ധത്തിൻ്റെ ഭാഗമായി വിജയിച്ചു എന്ന തരത്തിൽ ട്രോഫിയായി കാണുകയും അത് അവരുടെ ക്യാപിറ്റലിൽ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു എന്നൊരു ചരിത്രം കൂടിയിട്ടുണ്ട്. 1299 ഉലൂഖാന് അലാവുദ്ദീൻ ഖിൽജിയുടെ കമാൻഡറായിരുന്നു അദ്ദേഹം. സോമനാഥ് ഭാഗത്തെ പ്രധാന ഡേറ്റിനെ തകർത്തതിന് ശേഷം അത് എടുത്തുകൊണ്ട് പോവുകയും ഡൽഹിയിൽ അത് പ്രധാനമായി സൂക്ഷിക്കുകയും ചെയ്തതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ 1359 ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ജഗന്നാഥ അമ്പലം തകർത്തതിന് ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ആ മൂർത്തിയുടെ കല്ലെടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ ഫോർട്രസിൽ, അതായത് തുഗ്ലക്ക് ഫോർട്രസിൽ സ്ഥാപിച്ചു എന്ന ഒരു ചരിത്രം കൂടി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ വേറെയും ഇതേപോലെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇബ്രാഹിം ലോധിയുടെ 1518 ഇബ്രാഹിം ലോധിയുടെ പ്രധാനപ്പെട്ട ഒരു രജപുത്ത് ചീഫ്, അദ്ദേഹം എന്ത് ചെയ്തു, ചീഫിനെതിരെ അറ്റാക്ക് ചെയ്തു. കാരണം ഈ രജപുത്ത് ചീഫ് എന്ന് പറയുന്നത്, രജപുത്രരുടെ നേതാവ് ഇബ്രാഹിം ലോധിക്കെതിരെ റിബലായി മാറുകയും അതിൻ്റെ ഭാഗമായി അയാളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അയാളുടെ ആ ഭാഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗോളിയോറിലെ ആ അമ്പലത്തെ ശിവ ടെമ്പിള് മന്ദിരം അറ്റാക്ക് ചെയ്യുകയും ശിവൻ്റെ മന്ദിരത്തിലെ നന്ദി എന്ന് പറയുന്ന ശിവൻ്റെ വാഹനത്തെയാണ് നന്ദി എന്ന് വിളിക്കുന്നത്, പശുവാണ്, അതിനെ പിടിച്ചുകൊണ്ട് പോവുകയും അത് ഡൽഹിയിലെ ബാഗ്ദാദ് ഗേറ്റിൻ്റെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രത്തിലുള്ളത്. ഇങ്ങനെയൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. കുത്തുബ് മിനാറുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ഇതിൻ്റെ കൂടെയുണ്ട്. കുത്തുബ് മിനാർ നമ്മൾ ഇന്ന് കാണുകയാണെങ്കിൽ കുത്തുബ് മിനാറിൻ്റെ ഉള്ളിൽ പലപ്പോഴും പല ഹൈന്ദവ മൂർത്തികളുടെ കല്ലുകൾ കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം. അതായത് ആ കല്ല് കൊണ്ടാണ് അത് പണിഞ്ഞിരുന്നത്.
അതും ആ അമ്പലങ്ങൾക്ക് ശേഷം കുത്തബ് മിനാറിൻ്റെ പല പ്രിമിസിലും അതിൻ്റെ ഉള്ളിലും ഈ അമ്പലങ്ങളുടെ മൂർത്തികളുടെ ചിഹ്നങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ പ്രധാനമായി ബന്ധപ്പെട്ട ഒരു വിഷയം, കുത്തബ് മിനാറിൻ്റെ ഉള്ളിൽ ഒരു പള്ളി, ആ ഒരു സറൗണ്ടിങ്ങിൽ പ്രമേസിലൊരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരിനെ കുറിച്ച് വലിയ വിവാദമാണുള്ളത്. രണ്ട് തരത്തിലുള്ള പേരാണുള്ളത്. ഒന്ന് ഖുവ്വത്തുൽ ഇസ്ലാം എന്നാണ് ഈ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. ആ പള്ളി ഖുവ്വത്തുൽ ഇസ്ലാമാണ്, മൈറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശക്തി കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ ആ പേരിട്ടതാണെന്ന് പറയുന്നു. എന്നാൽ സുനിൽ കുമാർ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ പറയുന്നത് ഖുവ്വത്തുൽ ഇസ്ലാം അല്ല, അത് ഖുബ്ബത്തുൽ ഇസ്ലാമാണ്, സാങ്ച്വറി ഓഫ് ഇസ്ലാം. അതായത് അവിടെ അത് മിൻഹാജുസ് സിറാൻ ജുസ്ജാനി അദ്ദേഹത്തിൻ്റെ രചനയിലും ഇത് പരാമർശിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഇൽത്തുമിഷിൻ്റെ കാലത്തും ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സൂഫി വര്യനായിരുന്ന ഷേഖ് ബഖ്തിയാർ കൽക്കിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. അത് ഇസ്ലാമിൻ്റെ ശക്തി കാണിക്കുന്നതിന് അപ്പുറം ബഖ്തിയാർ കൽക്കി ഇരിക്കുകയും അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് ഖുബ്ബത്തുൽ ഇസ്ലാം എന്നുള്ള പേരായിരുന്നു. കാരണം ഈ പേരിലൊക്കെയും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വളരെ വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ മുഗൾ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ടെമ്പിളുകളോട് ഇവർ പെരുമാറിയിരുന്നതെന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതിൽ മുഗൾ ഭരണാധികാരികൾ പ്രധാനമായും ചെയ്തിരുന്നത്, ആദ്യകാല ഭരണാധികാരി അതായത് ബാബർ, ഹുമയൂൺ, അക്ബർ, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചൊന്നും അമ്പലങ്ങൾ തകർത്തതായി തെളിവുകളില്ല. ബാബരി മസ്ജിദിൻ്റെ ചരിത്രവും ഇതുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. അതിനു മുമ്പ് ഈറ്റൻ ഈ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് റിച്ചാർഡ് ഈറ്റൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. എല്ലാ ഉയർന്നു വരുന്ന ഡൈനാസ്റ്റികളും അവരുടെ അധികാര സ്ഥാപനവും അത് വ്യാപനത്തിനും വേണ്ടി, ടെറിട്ടോറിയൽ വ്യാപനത്തിന് വേണ്ടി അമ്പലങ്ങൾ തകർക്കുന്ന സമീപനമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അമ്പലങ്ങൾ തകർക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ അമ്പലമാണ്. അമ്പലങ്ങൾ തകർക്കുന്നതോടുകൂടി ആ ഭരണാധികാരിയുടെ അധികാരത്തെ താൻ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇപ്പോൾ ബഹ്മനി, നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ഭാഗത്തുള്ള ബഹ്മനി ഭരണകൂടം വിജയനഗര ഡൈനാസ്റ്റിയെ തകർത്തിട്ട് അവിടെ അമ്പലങ്ങൾ തകർത്ത ചരിത്രമുണ്ട്. ലോധികൾ രജപുത്ത് സൈന്യത്തെ തകർത്തുകൊണ്ട് അവിടെ അമ്പലങ്ങൾ തകർത്ത ചരിത്രമുണ്ട്. അതൊക്കെയും ഇതുമായി തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്നാൽ മുഗൾ ഭരണാധികാരം തുടങ്ങുകയും 1526 മുതൽ 1605 വരെയുള്ള ബാബർ, ഹുമയൂൺ, അക്ബറിൻ്റെ കാലഘട്ടം അവിടെ അമ്പലങ്ങൾ തകർത്തതായി ചരിത്രമില്ല എന്നാണ് റിച്ചാർഡ് ഈറ്റൻ വിശദീകരിക്കുന്നത്. അതിൽ തന്നെ ബാബരി മസ്ജിദിൻ്റെ ചരിത്രം പോലും 1636 ഈ സംഭവം. 1936 എസ്.കെ. ബാനർജിയാണ് അത് അമ്പലം തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് ഒരു നിരീക്ഷണം കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നും അതിന് യാതൊരു തെളിവുമില്ല എന്നുമാണ് റമീല താപ്പനെ പോലെ അതുപോലെ തന്നെ റിച്ചാർഡ് ഈറ്റനെ പോലുള്ള പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ബാബറിൻ്റെ കൽപ്പന പ്രകാരം മീർ തഖിയാണ് അത് ഓർഡർ ചെയ്തതെന്നും അതിൽ മഹിബത്തെ ഖുദ്സിയാൻ എന്ന് പറയുന്ന, അതായത് വളരെ നല്ലവരായ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന പ്ലേസ് എന്ന രീതിയിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിനുശേഷമുള്ള ഭരണകർത്താക്കളുടെ ചരിത്രത്തിൽ അമ്പലങ്ങൾ തകർക്കുന്ന സംഭവങ്ങൾ കാണുവാൻ കഴിയുമെന്നാണ് ചരിത്രം വിശദീകരിക്കുന്നത്. ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലൊക്കെയും അത് കൂടുതൽ വ്യക്തമാണ്. അത് ജഹാംഗീറിൻ്റെയും ഷാജഹാൻ്റെയും ഔറംഗസീബിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അമ്പലങ്ങൾ തകർക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒന്ന് പരാമർശിക്കുന്ന 1961 ഔറംഗസീബിൻ്റെ തന്നെ ബംഗാൾ ഗവർണറായിരുന്ന മീർ ജുംല, അദ്ദേഹം രാജാ കോച്ച് ബിഹാർ എന്ന് പറയുന്ന മുഗൾ ടെറിറ്റോറിയെ അറ്റാക്ക് ചെയ്ത ഒരു റിബൽ ഭരണാധികാരിയുടെ അറ്റാക്ക് ചെയ്യുകയും അയാളുടെ അമ്പലങ്ങൾ തകർക്കുകയും ചെയ്തതായും ചരിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ ഔറംഗസേബ് തന്നെ 1662 അഹോം, അതായത് ആസാമിലെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി ആയിരുന്ന അഹോം ഡൈനാസ്റ്റിയുടെ അമ്പലങ്ങൾ തകർക്കുകയും അവിടെ ഈ ഗർഗൗൺ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പള്ളി പണിയും ചെയ്തതായുമുണ്ട്. ഇപ്പോഴും ആ പള്ളി അവിടെ ഉണ്ടതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പാൻഷൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന അധികാരികളെ അധികാരത്തിൽ നീക്കുന്നതിൻ്റെ ഭാഗമായി അമ്പലങ്ങൾ തകർക്കുന്നതായും ഇവർ കണ്ടിരുന്നു.
അമ്പലങ്ങൾ ഈ മാറ്റി പള്ളി പണിയുന്നത് ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ ഡിക്ലറേഷനും കൂടിയിട്ടാണ്. അത് സിക്കന്ദർ ലോധിൻ്റെ ചില ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മുഗൾ കാലഘട്ടത്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ലോധി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണല്ലോ സിക്കന്ദർ ലോധി. അദ്ദേഹത്തിൻ്റെ ഒരു ഫർമാൻ തന്നെ, രാജകീയ ഉത്തരവ് തന്നെയും പറയുന്നത് ഈ അമ്പലങ്ങൾ തകർക്കുന്നത്, അമ്പലങ്ങളും വിഗ്രഹങ്ങളും തകർക്കുന്നത് അത് നിയമവിരുദ്ധമാക്കി കൽപ്പിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഹെഗ്വാഡ് മിത്രയുടെ അവരുടെ പ്രധാനപ്പെട്ട ഒരു രചനയിൽ ഈ അമ്പലങ്ങൾ സംരക്ഷിക്കുന്ന ഉദാഹരണങ്ങളും കൂടി അവർ ഉൾപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ സൈനികമായ അറ്റാക്ക് ഉണ്ടാകുമ്പോഴും അമ്പലങ്ങളോ വിഗ്രഹങ്ങളോ തകർക്കാൻ വരുമ്പോൾ പോലും ഈ മുഗൾ ഭരണകാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്കെതിരെ ആയിരുന്നില്ല പലപ്പോഴും. അത് ഭരണാധികാരിയുടെ അധികാരത്തെ സിംബോളിക്കായി തകർക്കുക എന്നുള്ള ഉദ്ദേശവും അതുപോലെ തന്നെ ആ ഭാഗം സമ്പത്ത് എന്ന് പറയുന്നൊരു ഉദ്ദേശവും കൂടിയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ജനങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല 1961 ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫർമാൻ പോലും, ഒരു രാജകീയ ഉത്തരവ് പോലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും സൈന്യം അമ്പലങ്ങൾ തകർക്കാൻ പോകുമ്പോൾ ഒരു കോമൺ മനുഷ്യനെയും സാധാരണക്കാരനെയും ഒരു തരത്തിലും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് അവിടുത്തെ കാള് വിധിക്കുകയുണ്ടായി. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ കൈയും കാലും ശരീര അംഗഭംഗങ്ങൾ വരുത്തി ശക്തമായ ശിക്ഷ തന്നെ അവർക്കുണ്ടാകുമെന്ന് ഔറംഗസേബിൻ്റെ കാള് വിധിക്കുന്നതായും ഈ ചരിത്രരചനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാലഘട്ടത്തിലൊക്കെയും ഈ അമ്പലങ്ങൾ തകർക്കുക, വിഗ്രഹങ്ങൾ പൊളിച്ച് കൊണ്ടുപോവുക, അത് തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു മാർഗമായി സ്വീകരിക്കുക, അതിൻ്റെ കൂടെ തന്നെ സമ്പത്ത് തന്നെ ഒരു പ്രധാന ഉദ്ദേശമായി മാറുക എന്നത് മാത്രമായിരുന്നോ ഈ ഭരണകർത്താക്കളുടെ രീതികൾ? അതായിരുന്നില്ല എന്നാണ് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ ഭരണകർത്താക്കൾ തന്നെ അമ്പലങ്ങളെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുന്നതായും അതിന് ഫണ്ട് ചെയ്യുന്നതായും ഒക്കെയും നമുക്ക് ചരിത്രത്തിൽ കാണാം. അത് തുടക്കം തന്നെ ഒരു ഭരണമെന്ന നിലയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉണ്ടാകുന്ന മുഹമ്മദ് ഇബ്നു ഖാസിമിൻ്റെ കാലത്തോട് കൂടിയിട്ടാണല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അമ്പലങ്ങൾ സംരക്ഷിക്കുകയും പൂജാരിമാർക്ക് സാലറി ഫിക്സ് ചെയ്യുകയും അമ്പലങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആഘോഷങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും സമ്പൂർണ്ണമായ പരിരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തതായും മുഹമ്മദ് ഇബ്നു ഖാസിമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു തുഗ്ലക്ക് ഏറ്റവും കൂടുതൽ വില്ലനായി ചിത്രീകരിക്കപ്പെടുന്ന, അമ്പലങ്ങൾ തകർത്ത ഒരാളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരാളും കൂടിയിട്ടാണ്. പക്ഷെ അതേ മുഹമ്മദ് ഇബ്നു തുഗ്ലക്ക് തന്നെ 1326 അദ്ദേഹം കല്യാണ ബിദർ, കർണാടകയിലെ ഇന്ന് ദക്കൻ ബാങ്കളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കർണാടകയിലെ ബിദർ ഡിസ്ട്രിക്റ്റിൽ കല്യാണ എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ശൈവ അമ്പലം മുമ്പ് പല പ്രശ്നങ്ങളായി തകർന്നിരുന്നു. അത് റിപ്പയർ ചെയ്യുവാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള സമീപനം ഈ ഭരണകർത്താക്കൾ സ്വീകരിക്കുന്നത്? അതിന് പണ്ഡിതന്മാർ പറയുന്നത്, ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് അതൊരു പ്രാഗ്മാറ്റിസമാണ്. ഭരണീയരുടെ പ്രജകളുടെ താല്പര്യവും പരിഗണിച്ചുകൊണ്ട് അധികാരം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ന്യൂനപക്ഷമായ ഒരു വിഭാഗമാണല്ലോ ഈ അധികാരിവർഗം. അതായത് മുസ്ലിങ്ങൾ ഭരണകർത്താക്കളാണെങ്കിൽ പോലും അവരുടെ സൈന്യവും കുറച്ച് ആൾക്കാർ മാത്രമേ മുസ്ലിങ്ങളായിട്ടുള്ളൂ. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷവും നോൺ മുസ്ലിങ്ങളാണ്. അതുമാത്രമല്ല, ഈ ഭരണത്തിൽ അവരിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട പ്രമുഖ പ്രമാണിമാരെയൊക്കെയും അധികാരത്തിലേക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോക്രസിയിലേക്കൊക്കെയും നിയോഗിക്കുകയും അവരുടെ സഹായത്തോടും കൂടിയിട്ടാണ് ഈ ഭരണം നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രാഗ്മാറ്റിസ്റ്റായ ഒരു സമീപനം സ്വീകരിച്ചു എന്നതാണ് ഈ അമ്പലങ്ങളിൽ തകർക്കുന്ന, ഒരു സൈഡിൽ തകർക്കുന്ന, അധികാരം പിടിച്ചെടുക്കുകയും ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ്റെ ഭാഗമായി അമ്പലങ്ങൾ തകർക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ അവരുടെ അധികാര കേന്ദ്രങ്ങളിൽ അമ്പലങ്ങൾ റിപ്പയർ ചെയ്യുകയും അമ്പലങ്ങൾ പണിയാൻ അനുവാദം കൊടുക്കുകയും ചെയ്ത ചരിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു തുഗ്ലക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ്
ആരൊക്കെ ജിസിയ നൽകുന്നുണ്ടോ, ടാക്സ് നൽകുന്നുണ്ടോ, അവർക്കൊക്കെയും ഈ തൻ്റെ അധീന പ്രദേശങ്ങളിൽ അമ്പലം പണിയാനുള്ള അർഹതയും അവകാശവുമുണ്ട്, അതിനുള്ള റൈറ്റുമുണ്ട് എന്ന് അദ്ദേഹം ഫർമാൻ പോലും, രാജകീയ ഉത്തരവ് പോലും പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കാശ്മീരിലുണ്ടായിരുന്ന സ്വതന്ത്രനായ ഭരണാധികാരിയായിരുന്നു സുൽത്താൻ ഷഹാബുദ്ദീൻ. 1355-73 കാലങ്ങളിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ഒരു ബ്രാഹ്മണ മന്ത്രി അവിടെയുണ്ടായിരുന്ന ഹിന്ദു ബുദ്ധ ദേവാലയങ്ങളെയും വിഗ്രഹങ്ങളെയും തകർക്കുകയും അതിൽ നിന്ന് സമ്പത്തുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആശയം പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ചരിത്രം രേഖപ്പെടുന്നത് കാണുവാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ സിക്കന്ദർ ലോധി അമ്പലങ്ങളെ തകർക്കുന്നതും അവിടുത്തെ ഐഡൽ വിഗ്രഹങ്ങളെ നശിപ്പിക്കുന്നതും അത് ഹറാമാക്കി പ്രഖ്യാപിക്കുന്നതും നമുക്ക് കാണാം. അതിനുശേഷം അക്ബറിൻ്റെ ഇറയിൽ ബാബർ, ഹുമയൂൺ, അക്ബറിൻ്റെ കാലത്തൊക്കെയും അമ്പലങ്ങൾ അധികാരത്തിൻ്റെ ഈ സാമ്രാജ്യത്തിൻ്റെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കുന്ന ഒരു ചരിത്രം പോലുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അക്ബറിൻ്റെ അധികാരത്തിലുണ്ടായിരുന്ന ഹൈ റാങ്കിങ് അധികാരികൾ, രജപുത്രന്മാരെ പോലുള്ള ആൾക്കാർക്കൊക്കെയും അവരവർ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ, അവരുടെ അധികാര പ്രദേശങ്ങളിൽ അമ്പലങ്ങളും ഈ ഹിന്ദു ആചാര കേന്ദ്രങ്ങളുമെല്ലാം പണിയാനുള്ള അനുവാദം പോലും കൊടുത്തതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഷാജഹാൻ്റെ ചരിത്രത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ഷാജഹാൻ അമ്പലം തകർത്തിട്ടുണ്ട് അധികാര വ്യാപനത്തിന് വേണ്ടിയിട്ടാണ് എന്നതുപോലെ തന്നെ അതേ ഷാജഹാൻ തന്നെ ജഗന്നാഥ ടെമ്പിളിലെ അവിടുത്തെ കൾട്ട് പുതുക്കി പണിയുവാനുമെല്ലാം നേതൃത്വം കൊടുത്തതായുമെല്ലാം നമുക്ക് കാണാം. ഔറംഗസേബ് ഒരുപക്ഷേ മുഗൾ കാലഘട്ടത്തിൽ വളരെ സ്വതന്ത്രമായി തന്നെ പഠിക്കേണ്ട ഒരു കഥാപുരുഷനാണ് ഔറംഗസേബ്. നമ്മൾ സ്വതന്ത്രമായി തന്നെ ആ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ ഔറംഗസേബ് തന്നെ അമ്പലങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാലത്തെ പല അമ്പലങ്ങൾ തകർത്തുകൊണ്ട് നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. എന്നാൽ അതേ ഔറംഗസേബ് തന്നെ അമ്പലങ്ങൾ പണിയുവാനും അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനും പോലും നിയമങ്ങൾ ഉണ്ടാക്കിയ ആളായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഒരു സമയത്ത് ബനാറസിൽ നിന്ന് ഒരു വിഭാഗം ബ്രാഹ്മിൻസ് അദ്ദേഹത്തെ കാണുവാൻ വന്നു. അതായത് ആ ബ്രാഹ്മിൻസിനെ പൂജാരിമാരും മറ്റു പല അമ്പലവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റുമാണ്. അവർ ഔറംഗസേബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ വളരെ സമാധാനത്തോടുകൂടി അമ്പലവും അതുമായി ബന്ധപ്പെട്ട ആചാര കാര്യങ്ങളും അനുഷ്ഠിക്കാനോ നിയന്ത്രിക്കാനോ പരിപാലിക്കാനോ ചില ആൾക്കാർ ഞങ്ങളെ സമ്മതിക്കുന്നില്ല, ഞങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഔറംഗസേബ് അവർക്ക് വേണ്ടി പ്രത്യേക ഫർമാൻ ബനാറസിലേക്ക് അയക്കുകയും എന്നിട്ട് അവരോട് പറഞ്ഞു, എന്തെങ്കിലും ശല്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ ശിക്ഷ തന്നെ ഉറപ്പുവരുത്തുന്നതായും അദ്ദേഹം ആ ഫർമാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ശരീഅത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അമ്പലങ്ങളും തകർക്കാൻ പാടുള്ളതല്ല. എന്നിട്ട് അദ്ദേഹം ഒരു പ്രത്യേക കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു. ഈ ബനാറസിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ആ പ്രത്യേക കാര്യം ചേർത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി അവിടെ പുതിയ അമ്പലങ്ങൾ പണിയേണ്ടതില്ല. അത് ഈ ഒരു വിഷയം ബനാറസിലെ വിഷയം മാത്രമാണ്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ധാരാളം അമ്പലങ്ങൾ പിന്നെയും പണിഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഭരണകർത്താക്കൾ അമ്പലങ്ങൾ അമ്പലങ്ങളെ പണിയാൻ സഹായിച്ച, അതിന് ഫണ്ട് കൊടുത്ത, അതിനെ സംരക്ഷിച്ച ഭരണകർത്താക്കൾ മറ്റു ചില കാരണങ്ങൾക്കും കൂടി അമ്പലങ്ങൾ തകർത്ത ചരിത്രവും കൂടിയിട്ടുണ്ട്. അതിലൊന്നാണ് ട്രീസൺ, വഞ്ചന, രാജ്യദ്രോഹ കുറ്റങ്ങളും അതുപോലെ തന്നെ അവരുടെ ഭരണകൂടത്തോടുകൂടി വിശ്വസ്തമായും കീഴ്വണക്കവും ഇല്ലാത്ത ആൾക്കാരെയും അവരുടെ പ്രദേശത്തെയും അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരുടെ പ്രധാനപ്പെട്ട അമ്പലങ്ങളെയും തകർക്കുന്ന ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ തകർക്കുന്ന സമീപനം ഈ മുസ്ലിം ഭരണകർത്താക്കൾ സ്വീകരിച്ചു വന്നു. ബഹുമനി കാലഘട്ടത്തിൽ ഒരു പ്രധാന സംഭവങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഹാംഗീർ 1613 ജഹാംഗീർ അവിടെ ഉണ്ടായിരുന്ന രാജാ അമർ, മേവാറിലെ രാജാ അമർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വലിയ റബലായി മാറുകയും മുഗൾ പ്രദേശത്തെ അറ്റാക്ക് ചെയ്യുകയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഈ പറയുന്ന അങ്കിളിനെ തുരത്തിക്കൊണ്ട് അയാളുടെ അധീനതയിലുണ്ടായിരുന്ന ടെമ്പിളിൽ അറ്റാക്ക് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന വരാഹ ഇമേജിനെ
അതായത് വരാഹമിഹിരം നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു അവതാര സങ്കല്പമാണ്. അതിനെ ഇമേജിനെ തകർക്കുകയും ചെയ്തൊരു ചരിത്രവും ജഹാംഗീറിൻ്റെ കാലത്തുണ്ട്. ഷാജഹാൻ്റെ കാലത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാജഹാനും അമ്പലങ്ങൾ പണിഞ്ഞ ഷാജഹാൻ തന്നെയും ശിക്ഷയുടെ ഭാഗമായി ഷാജഹാനും അമ്പലം തകർത്തിട്ടുണ്ട്. 1635 ഓർഷാബ് എന്ന് പറയുന്ന ഭാഗത്ത് രാജാ ജുജാർ സിംഗിൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ അമ്പലം തകർക്കുകയും അതൊരു ശിക്ഷയായിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രീസൻ്റെ രാജ്യദ്രോഹ കുറ്റമായിട്ടും ഭരണകൂടത്തോട് റിബലായി പ്രഖ്യാപിക്കുന്ന ആൾക്കാരെയും ശക്തമായി താക്കീത് നൽകുകയും അതുപോലെ തന്നെ ഒരു ശിക്ഷയും എന്ന നിലയിലാണ് ഈ സമീപനം സ്വീകരിച്ചിരുന്നത്. ഔറംഗസേബിൻ്റെ കാര്യത്തിൽ ഇത് നമുക്ക് കാണാം. ഔറംഗസേബ്, ശിവാജി ഔറംഗസേബ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഔറംഗസേബിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ നമ്മളത് കൂടുതലായി പറയും. ശിവാജി റിബലാവുന്ന ഒരു കാലഘട്ടത്തിൽ ആദിൽ ഷാ ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറായിട്ടാണ് അന്ന് ശിവജി പൊങ്ങി വരുന്നത്. ഈ ശിവാജി ഇതേപോലെ ഔറംഗസേബിൻ്റെ മുഗൾ ഡൈനാസ്റ്റി ഭാഗത്ത് അറ്റാക്ക് ചെയ്യുകയും റിബലായി മാറുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് ഔറംഗസേബിൻ്റെ കമാൻഡറായിരുന്ന അഫ്സൽ ഖാൻ ശിവാജിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും പ്രധാനമായും ആരാധിച്ചിരുന്ന ഭവാനിയുടെ ദേവി ഭവാനിയുടെ വിഗ്രഹത്തെ തകർക്കുകയും അമ്പലം തകർക്കുകയും ആ ഒരു സമീപനം സ്വീകരിച്ചത്. അതുപോലെ തന്നെ 1669 വിശ്വനാഥ ടെമ്പിൾ, ബനാറസിലെ വിശ്വനാഥ ടെമ്പിൾ തകർക്കുന്ന ഒരു സമീപനം ഔറംഗസേബ് സ്വീകരിക്കുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട കാരണം ഈ ശിവാജിയെ അവിടെ ഉണ്ടായിരുന്ന ജയ്സിംഗ് പ്രധാനപ്പെട്ട മറ്റൊരു കമാൻഡറായിരുന്നു, പ്രധാന ഒരു പ്രമാണിയായിരുന്നു. അദ്ദേഹം ഈ ശിവാജിയെ സഹായിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴിലുണ്ടായിരുന്ന ഈ ബനാറസിലെ വിശ്വനാഥ ടെമ്പിൾ ഔറംഗസേബ് തകർത്തത്. അപ്പം ഇതൊക്കെയും പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിന് വിവിധ കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഔറംഗസേബ് അടക്കമുള്ള അല്ലെങ്കിൽ അവിടുന്ന് ഗസ്നവി അടക്കം മുഗൾ ഡൈനാസ്റ്റിയുടെ അവസാന പ്രത്യേകിച്ച് ഔറംഗസേബ് വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം ഈ മുസ്ലിം ഭരണകർത്താക്കൾ ഈ ഒരു സമീപനം സ്വീകരിച്ചത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഒരിക്കലും ഒരു മുസ്ലിമേതര ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ശരീഅത്ത് ഒരിക്കലും മറ്റൊരാളുടെ ആരാധന കേന്ദ്രങ്ങളെ തകർക്കാൻ കൽപ്പിക്കുകയില്ല. ഇങ്ങനെ തകർക്കാൻ പാടില്ല എന്ന് നമുക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ കാണുവാൻ കഴിയും. എന്നാൽ പോലും ഈ ഭരണാധികാരികൾ അവരുടെ അന്നത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ അധികാര വ്യാപനം നടത്തുക, അധികാര സ്ഥാപനവും ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ അവരുടെ അധികാര വിന്യാസം നടത്തുക എന്നുള്ളതും കൊണ്ടും ആദ്യകാല ഭരണകർത്താക്കൾ സമ്പത്ത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള കാര്യങ്ങളാണ് ഈ അമ്പലങ്ങൾ തകർക്കുന്നതിലേക്ക് അവരെ നയിച്ചത്. അതുപോലെ തന്നെ അമ്പലങ്ങൾ തകർക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പുകാലം ഹിന്ദു ഭരണകർത്താക്കൾ തമ്മിലടിച്ചത് എന്തിൻ്റെ പേരിലാണോ, അതായത് ഒരു എതിർ ഹിന്ദു ഭരണാധികാരിയുടെ തകർക്കണമെങ്കിൽ അയാൾ പ്രധാനമായും ആരാധിക്കുന്ന മൂർത്തിയെ മാറ്റിക്കൊണ്ട് തൻ്റെ മൂർത്തിയെ സ്ഥാപിക്കുന്നത് ഒരു അധികാര സ്ഥാപനത്തിൻ്റെ ഒരാശയമായിട്ടാണ് അന്ന് അവർ കണ്ടത്. എന്നതുപോലെ തന്നെ ഈ അമ്പലങ്ങൾ തകർക്കുന്നതും ആ മൂർത്തിയെ എടുത്തു മാറ്റി തൻ്റെ ക്യാപിറ്റലിലേക്ക് തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതുമെല്ലാം ഒരു അധികാരത്തെ സ്ഥാപിക്കുന്നതായിട്ട് മുസ്ലിം ഭരണകർത്താക്കളും കണ്ടു എന്നതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ശിക്ഷയായിട്ടും പണിഷ്മെൻ്റായിട്ടും രാജ്യദ്രോഹ കുറ്റമായി എന്നുള്ള വിഷയത്തിലും അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്കെതിരെ വിമതമായി വരികയും അവരുടെ അധികാര കേന്ദ്രങ്ങളിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഒരു ശിക്ഷ എന്ന നിലയിലും അവരവരുടെ കേന്ദ്രങ്ങളിലെ പ്രധാന അമ്പലങ്ങൾ തകർത്തതായി നമുക്ക് കാണാം. ഈ തകർക്കുന്നതിൻ്റെ ചരിത്രം ഉള്ളപ്പോൾ തന്നെയും ഇതേ മുസ്ലിം ഭരണകർത്താക്കൾ അവരുടെ ഹിന്ദു പ്രജകൾക്ക് വേണ്ടി അമ്പലങ്ങൾ പണിഞ്ഞു കൊടുത്തതായും അമ്പലങ്ങൾ റിപ്പയർ ചെയ്യുന്നതായും അതുപോലെ തന്നെ അവരുടെ മുഴുവൻ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തതായും ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ചരിത്രമാണ് നമുക്ക് മുസ്ലിം ഭരണകാലഘട്ടത്തിലെ നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഭരണകാലഘട്ടത്തിലെ നോൺ മുസ്ലിങ്ങളോടുള്ള പ്രത്യേകിച്ച് ഹിന്ദു ആരാധനാലയങ്ങളോടുള്ള സമീപനത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളും കൂടി രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തികമായ
കാരണങ്ങളും കൂടി അമ്പലങ്ങൾ തകർക്കുന്നതിലോ അമ്പലങ്ങളോടുള്ള സമീപനത്തിലോ ഇവർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ചർച്ചയുടെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.